അവസാനം ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. ഇവിടെ അവസാനം ഏറ്റവും അധികം നെറികേട് എന്ന നിലക്ക് ഇവിടെ പ്രസംഗിച്ച പ്രാസംഗികൻ എടുത്തുദ്ധരിച്ചൊരു പുസ്തകമായത്. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ നീല പുസ്തകം എന്നാണ്. നീല പുസ്തകം എന്നാ. ഇതിലെന്താ പറയുന്നത്? AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം കള്ള് വിളമ്പി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തെളിവ് ഉദ്ധരിക്കുക. ഞാൻ ഇവിടെ ഉദ്ധരിച്ച തെളിവുകൾ ഏതൊരു മനുഷ്യനും കണ്ണുള്ളവന് വന്ന് നോക്കിക്കാണാം. ആ തെളിവ് ആരുദ്ധരിച്ചു, എവിടുന്ന് ഉദ്ധരിച്ചു, ഏത് പുസ്തകത്തിൽ ഉദ്ധരിച്ചു, ആരാണ് അതിന്റെ ഓദരമായി പറഞ്ഞു തരും. അതിന്റെ തെളിവ്, ഈ പ്രൂഫ് ഇവിടെയുണ്ട്. എന്നാൽ ഈ പുസ്തകം എഴുതിയത് ആരെഴുതി ഈ പുസ്തകം? എഴുതിയ ആളെന്ന് കൊണ്ടുവരൂ. ഇത് എഴുതിയോ പോലും സമ്മതിച്ചിട്ടില്ല, ഞാനാണ് എഴുതിയത്. തന്തയില്ലാത്തൊരു പുസ്തകം എന്ന പേര് കീർത്തി കേട്ട പുസ്തകം അത്. ഈ പുസ്തകം എടുത്തുദ്ധരിച്ചിട്ട് ജമാഅത്തുകാരാ നീ തെളിവ് പറയുമ്പോൾ എന്തൊരു നെറികേടാണ് ചെയ്യുന്നത്. ഈ പുസ്തകം എഴുതിയവൻ പോലും ഞാൻ എഴുതിയെന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ഇതിലുള്ളത് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ. അതല്ല, ഒരാൾ ഉത്തരവാദിത്തം പുസ്തകം എഴുതുകയാണെങ്കിൽ പുസ്തകത്തിൽ എഴുതിയാളുടെ പേര് വെക്കൂലേ? എന്നാൽ എഴുതിയ ആളുകളും എന്റെ പുസ്തകമാണ് എന്ന് പറയാൻ വഴി കാണിച്ച ഈ നീല പുസ്തകം, ഇതൊക്കെ ഉദ്ധരിച്ച മുജാഹിദിനെ ഒലിച്ചു എന്ന് വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഞങ്ങൾ എത്ര തവണ ഉദ്ധരിച്ചു, മറുപടി പറഞ്ഞു. എന്നാൽ മാന്യ സഹോദരങ്ങളെ, കള്ളിന് വേണ്ടി സമരം ചെയ്തതാരാ? കള്ളിന് വേണ്ടി സമരം ചെയ്തതാരാ? അഡ്രസ് ഇല്ലാത്ത ബുക്കല്ല ഞാൻ വായിക്കുന്നത്. അഡ്രസ് ഇല്ലാത്ത ബുക്കല്ല, തന്തയില്ലാത്ത ബുക്കല്ല. നേരെ മറിച്ച് കണ്ടോളൂ. മാതൃഭൂമി 2007 ജനുവരി 10 വാർത്ത. എന്താ വാർത്ത? ജാമ്യത്തിൽ വിട്ടു. ആരെ? അരീക്കോട് വെറ്റിലപ്പാറ കള്ളുഷാപ്പിൽ വാഹനത്തിൽ കൊണ്ടുവന്ന കള്ള് ഇറക്കുന്നതിന് തടസ്സം നിന്ന 20 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു. 20 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചു. ഈ ഷാപ്പിൽ വാഹനത്തിൽ പുറത്തുനിന്നും കൊണ്ടുവരുന്നത് ചെത്തുകള്ളല്ലെന്നും കേട്ടോളൂ. നിങ്ങൾക്ക് ആ ന്യൂസ് കൃത്യമായി കാണാം. ഇത് വെറുതെ പറഞ്ഞല്ല, തന്തയില്ലാത്ത ബുക്കല്ല. മാതൃഭൂമി 2010 ജനുവരി 10 എഴുതി വെച്ചോ. എന്താണ്? ഈ ഷാപ്പിൽ വാഹനത്തിൽ പുറത്തുനിന്നും കൊണ്ടുവരുന്നത് ചെത്തുകള്ളല്ലെന്നും. ചെത്തുകളല്ല ഇവിടെ വരുന്നത്, നേരെ മറിച്ച് രാസപദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കിയ പൊടിക്കള്ളാണെന്നും ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ സമരം. ഇത് ഒറിജിനൽ കള്ളല്ല, ഇത് പൊടിക്കള്ളാണ് എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യണം. സമരത്തിൽ പങ്കെടുത്ത 20 പേരെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആദിവാസികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ ആരോഗ്യത്തിന് ഭീഷണിയായ പൊടിക്കള്ള് വിൽപ്പനക്കെതിരെ വെറ്റിലപ്പാറ നിവാസികൾ നടത്തുന്ന സമരത്തിന് സോളിഡാരിറ്റി കീഴുപറമ്പ് ഏരിയ സെക്രട്ടേറിയറ്റ് പിന്തുണ പ്രഖ്യാപിച്ചു. നിങ്ങൾ ആലോചിച്ചേക്ക്, ഈ നാട്ടിൽ ഇവിടെ കൊടുക്കണ പൊടിക്കള്ളല്ല, ഒറിജിനൽ ചെത്തുകൾ കൊടുക്കണം. ഇതുകൊണ്ട് സമരം ചെയ്യുമ്പോ സിന്ദാബാ സിന്ദാബാ. ആര്? സോണ്ടാറ്റി. കാരണം ഇത് നിങ്ങൾക്ക് വെച്ചാല് ലെവല് പോയിട്ട് കാര്യം ഒരു പന്തല് കണ്ടാൽ മതി, സമരപ്പന്തല് കണ്ടാ ഉപ്പ് വോട്ട് ഓർമ്മ വരും. ആ 2 വോട്ടിന് വകയിട്ട് ചാടിക്കരുത് സിന്ദാബാ സിന്ദാബാ. എന്താ കേസ്? അല്ല, അത് കള്ള് കിട്ടുന്നതിനെ പറ്റിയുള്ള കേസാ. ഞങ്ങൾക്ക് കള്ള് കിട്ടാനുള്ള കേസാണ്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വന്നാൽ തന്നെ പരലോകത്തല്ലേ, ഇവിടെ നമുക്ക് അധികാരം കിട്ടട്ടെ. സിന്ദാബാ വിളിച്ചു കൊടുത്തു, പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് ഞാൻ കൃത്യമായി ആധികാരികതയോടാണ് ഉദ്ധരിക്കുന്നത്. അത് മാതൃഭൂമി ദിനപത്രം ഉദ്ധരിക്കുന്നത്, കാണിച്ചിട്ടാണ് ഉദ്ധരിക്കുന്നത്. ഈ രൂപത്തിലാണ് തെളിവ് പറയേണ്ടത് എന്ന് മറുഭാഗത്തു നിന്ന് വരുന്ന ആളുകളോട് വളരെ വിനീതമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഇവിടെ പരാമർശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട മറുപടി അല്ല, വിശദീകരണങ്ങളും അതിന്റെ ഉപശാഖകളും ഒക്കെ വേറെ കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരം ഇനിയും ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉണ്ടാക്കി തരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.